മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലിന് ഇന്ന് 65-ാം പിറന്നാളാണ്. വൈവിധ്യപൂർണവും വേഷങ്ങളിലൂടെ ഇന്നും മലയാള സിനിമയെ അല്ലെങ്കിൽ ലോക സിനിമയെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നടന് താരലോകവും ആരാധകരും ഒരുപോലെ ആശംസകൾ നേരുകയാണ്. ഇത്തവണ പിറന്നാൾ ദിനത്തിൽ ആരാധകർക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിരിക്കുകയാണ് ലാലേട്ടൻ. തന്റെ ജീവചരിത്രം അണിയറയിൽ ഒരുങ്ങുന്ന സന്തോഷം പങ്കുവെക്കുകയാണ് നടൻ. 1978 തിരനോട്ടത്തിൽ തുടങ്ങി തുടരും എന്ന സിനിമയിൽ എത്തി നിൽക്കുന്ന ലാലേട്ടന്റെ അഭിനയ ജീവിതത്തിന്റെ സമഗ്ര രേഖ പ്രസിദ്ധീകരിക്കുന്നത് മാതൃഭൂമി ബുക്സ് ആണ്. മുഖരാഗം എന്ന പേരിൽ പുസ്തകം രചിക്കുന്നത് ഭാനു പ്രകാശ് ആണ്. മോഹൻലാലിന്റെ കുടുംബ ചരിത്രം പറയുന്ന പത്തനംതിട്ടയിലെ വേരുകൾ, കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള അമ്മുമ്മയുടെ ലാലു, സിനിമാ ലോകം ആകർഷിച്ചു തുടങ്ങുന്ന കാലത്തെ പറ്റിയുള്ള മിന്നായം പോലെ സത്യൻ മാഷ് എന്നിവ ഉൾപ്പെടെ വീരകേരള ജിങ്കാന, നായകന്മാരുടെ പ്രതിനായകൻ, പടയോട്ടം, പത്മരാജ സ്പർശം തുടങ്ങി 100-ലധികം അധ്യായങ്ങളിലായി 1000-ഓളം പേജുകളിലാണ് മുഖരാഗ പുറത്തിറങ്ങാൻ പോകുന്നത്. 100-ലേറെ പ്രധാന സിനിമകളെക്കുറിച്ചും അണിയർ വിശേഷങ്ങളെക്കുറിച്ചുമായിരിക്കും പറയുന്നത്. MT വാസുദേവൻ നായരാണ് അവതാരിക എഴുതിയത്. ഓഗസ്റ്റിൽ പ്രീ പബ്ലിക്കേഷൻ തുടങ്ങുന്ന പുസ്തകം 2025 ഡിസംബറിൽ പുറത്തിറങ്ങും. വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായി 1960 മെയ് 21-നാണ് ലാലേട്ടൻ ജനിച്ചത്. ഇടവമാസത്തിലെ രേവതി നക്ഷത്രത്തിലാണ് ജനനം. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലായിരുന്നു ലാലേട്ടൻ ജനിച്ചതെങ്കിലും തിരുവനന്തപുരത്തെ തറവാട്ട് വീട്ടിലായിരുന്നു ലാലേട്ടന്റെ ബാല്യകാലം മുഴുവനും. തിരുവനന്തപുരം മോഡൽ സ്കൂൾ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ലാലേട്ടൻ MG കോളേജിൽ നിന്നാണ് BCom ബിരുദം സ്വന്തമാക്കിയത്. 2 തവണ മികച്ച നടനുള്ള പുരസ്കാരവും 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുമാണ് ലാലേട്ടന് ഉള്ളത്. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷാ ചരിത്രത്തിലും താരം തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഭാരത് സിനിമ ഗ്രൂപ്പ് എന്ന നിർമ്മാണ കമ്പനി ഒരുക്കിയ തിരനോട്ടം എന്ന സിനിമയായിരുന്നു ലാലേട്ടന്റെ ആദ്യ സിനിമ. 1978 നിർമ്മിച്ച ചിത്രമാണിത്. ഒരു ഹാസ്യവേഷത്തിലായിരുന്നു ലാലേട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചത്. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ തുടർന്ന് ചിത്രം റിലീസ് ചെയ്തില്ല. 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് മോഹൻലാൽ എന്ന നടനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. 20-ാമത്തെ വയസ്സിലാണ് ലാലേട്ടൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രം വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയത്. തുടർന്ന് ലാലേട്ടന്റെ ജൈത്രയാത്ര അവിടെ നിന്ന് തുടങ്ങി. വില്ലനായി വന്ന് പിന്നീട് നായകനായി മാറിയ ലാൽ പ്രേക്ഷക മനസ്സിൽ ചേക്കേറി. സത്യനന്ദിക്കാടിൽ നിന്നും തുടങ്ങി പ്രിയദർശൻ, ഭരതൻ, പത്മരാജൻ, IV ശശി, സിബി മലയിൽ, കമൽ തുടങ്ങിയ ഒരു സംഘം പ്രതിഭകളുടെ സംവിധാന മികവിൽ ലാലേട്ടനെ ഒപ്പം നമ്മുടെ മമ്മൂക്കയും മലയാളികൾക്ക് ഇത്രയേറെ പ്രിയപ്പെട്ടതാക്കി മാറ്റി. മനുഷ്യ ജീവിതത്തിന്റെ അത്രയും തലങ്ങൾ നിന്നും ചെറുപ്പത്തിലെ ബിഗ് സ്ക്രീനിൽ എത്തിക്കാൻ ഇതിലൂടെ അവർക്ക് സാധിച്ചു. മലയാളി ഏറ്റവും അധികം സ്നേഹിക്കുന്ന ചലച്ചിത്ര താരം മോഹൻലാൽ ആണെന്ന് അടിവരയിട്ട് പറയാൻ നമുക്ക് സാധിക്കും. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷനും അതിനൊരു ഉദാഹരണമായി കാണാം. മലയാളത്തിൽ ആദ്യമായി 50 കോടി, 100 കോടി, അതുപോലെ 250 കോടി ക്ലബ്ബുകൾ എല്ലാം തുറന്നത് ലാലേട്ടനാണ്. വെറും ഒരു മാസത്തെ ഇടവേളയിൽ തിയേറ്ററുകളിലെത്തിയ 2 മോഹൻലാൽ ചിത്രങ്ങൾ എമ്പുരാനും തുടരും ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് 500 കോടിയിലേറെ രൂപയാണ്. അതിലുമുണ്ട് മലയാളി ഈ നടന് നൽകുന്ന സ്നേഹവും കരുതലും. എത്രയൊക്കെ കണ്ടു കളഞ്ഞാലും പിന്നെയും പിന്നെയും മായാച്ചാലം തീർക്കുന്ന ലാൽ ഭാവങ്ങളുണ്ട്. അതൊരു സ്വാഭാവികമായ ഒഴുക്കാണ്. കുറച്ച് വെള്ളമെടുത്ത് ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ചു നോക്കുക. വെള്ളം പരന്ന പാത്രത്തിൽ ആകൃതിയിലേക്ക് നിമിഷ നേരം കൊണ്ട് മാറും. ആ വെള്ളമെടുത്ത് കുപ്പിയിലേക്ക് വീണ്ടും ഒഴിക്കുക. വെള്ളത്തിന് പിന്നെയും കുപ്പിയുടെ രൂപമാകും. അങ്ങനെ ലാൽ ഭാവങ്ങളും മാറി മറിയുന്നു. ഏത് കഥാപാത്രത്തെയും തന്നിലേക്ക് സ്വാംശീകരിക്കാൻ അപാരമായ കഴിവുകളാണ് ലാലേട്ടനുള്ളത്. അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യവുമാണ്. മോഹൻലാൽ അത് വളരെ ലാഘവത്തോടെ ചെയ്യുന്നു. ഇനിയും ഒരുപാട് കാലം ഞങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ട് വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.